ഇന്നലെ കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെയും വിദ്യാർത്ഥി പ്രതിനിധി സെനറ്റിലെത്തിക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ട് തെരഞ്ഞെടുപ്പിലും അത്യുജ്വല വിജയമാണ് SFI നേടിയത്. സർവകലാശാല യൂണിയന്റെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 100% വിജയമെന്ന് വേണമെങ്കിൽ പറയാം. സെനറ്റ് തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുകയുണ്ടായി. സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കുറച്ച് വൈകി. രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രകടനമായി SFI വിദ്യാർത്ഥികൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സ്റ്റാച്യൂവിലേക്ക് പോകുന്ന വഴിയാണ് ഈ പോലീസ് സംഘർഷം, പോലീസ് ലാത്തിച്ചാർജ് ചെയ്ത് കുട്ടികളെ മർദ്ദിച്ചത്. അതിന് തുടക്കമെന്ന് പറയുന്നത് പാളയം മുസ്ലിം പള്ളിയുടെ സമീപത്ത് 20ഓളം വരുന്ന KSU പ്രവർത്തകർ, അവർ വിദ്യാർത്ഥികൾ അല്ല എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കുറേ പേർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അവർ SFI പ്രകടനത്തിന് നേരെ ആക്രമിക്കുകയും കല്ലെറിയുകയും ചെയ്തു. ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടത്തിയ KSUക്കാരെ അറസ്റ്റ് ചെയ്ത് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം പോലീസ് ചെയ്തത് 4 റൗണ്ട് ടിയർ ഗ്യാസ് SFIയുടെ പ്രകടനത്തിന് നേരെ നടത്തി, കുട്ടികൾക്ക് നേരെ നടത്തി, ജലപീരങ്കി പ്രയോഗിച്ചു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് ശിവപ്രസാദ് ഇപ്പം നിൽക്കുകയാണ്. അതുപോലെ സനൂപ് ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മനേഷ് SFIയുടെ ജില്ലാ നേതാവാണ്. ആഷിഫ് SFIയുടെ നേതാവാണ്. അനന്തു, ആദർശ് തുടങ്ങിയ 15ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ കൈ എല്ല് പൊട്ടുകയും അതുപോലെ തലയ്ക്ക് സാരമായ പരുക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അക്രമകാരികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. പ്രകടമായി തന്നെ അക്രമം നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഏറ്റവും രസകരമായ കാര്യം 11 SFIക്കാരുടെ പേരിൽ പൊതുമുതൽ നശീകരണ നിയമം അനുസരിച്ച് കേസെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എന്നാൽ ആക്രമണം നടത്തിയ KSUക്കാരുടെ പേരിൽ ഒരു കേസ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇത് തുടക്കത്തിലെ തന്നെ നമുക്ക് പോലീസിന്റെ ഒരു നയം വ്യക്തമാക്കുന്ന കാര്യമാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. SFI പ്രവർത്തകരെ ആക്രമിക്കുക, അവരുടെ പേരിൽ കേസെടുക്കുക, എന്നിട്ട് SFI ആക്രമണം അടിച്ചുവിടുകയാണെന്ന് പറയുക, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. ആക്രമണം നടത്തിയവരുടെ പേരിൽ കേസെടുക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറാവണം. ഇവിടെ പൊതുമുതൽ നശീകരണ നിയമം അനുസരിച്ച് കേസെടുത്തപ്പോൾ അക്രമകാരികളെ ഒരു കേസ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഒരു കാരണവും കൂടാതെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ വളരെ ഗുരുതരമായി, വളരെ ഭീകരമായി ഇന്നലെ മർദ്ദിച്ച പോലീസുകാരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് പ്രശ്നത്തിന്റെ പരിഹാരമാർഗം എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കാനുള്ളത്.